പത്തനംതിട്ടയിൽ ഹൈക്കോടതി അഭിഭാഷകൻ പ്രതിയായ പോക്സോ കേസ് അട്ടിമറിച്ച സംഭവത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പോലീസിനോടും CWCയോടും വിശദീകരണം തേടിയിരിക്കുന്നു ജില്ലാ കളക്ടർ. ജില്ലാ പോലീസ് മേധാവിയും CWC ചെയർമാനും വിശദീകരണം നൽകണം. കേസിൽ ഗുരുതര വീഴ്ച വരുത്തിയ കോന്നി ഡിവൈഎസ്പിയെയും CIയെയും സസ്പെൻഡ് ചെയ്തിരുന്നു. AV ജയശങ്കർ വിവരങ്ങളുമായി. ജയശങ്കർ, ഇതിൽ തുടർ വാർത്തകൾ ഉണ്ടാവുകയാണ്. എന്താണ് ഏറ്റവും ഒടുവിലായി ഉണ്ടായ സംഭവ വികാസം? അതായത് ജില്ലാ പോലീസ് മേധാവിയും CWC ചെയർമാനും വിശദീകരണം നൽകണമെന്നാണ് ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണ IAS നിലവിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ ഹൈക്കോടതി അഭിഭാഷകൻ നൌഷാദ് പ്രതിയായ കേസിൽ നടപടിക്രമങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചോ എന്നുള്ള കാര്യങ്ങൾ വിശദീകരിക്കണമെന്നാണ് ഇരു കക്ഷികളോടും നിലവിൽ ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേസിന്റെ തുടക്കം മുതൽ വീഴ്ച സംഭവിച്ചിരുന്നു എന്ന് ആഭ്യന്തര വകുപ്പിന്റെ തന്നെ സസ്പെൻഷൻ ഉത്തരവിൽ വ്യക്തമായിരുന്നു. ഇതൊരു സസ്പെൻഷൻ ഉത്തരവ് എന്നതിനപ്പുറത്തേക്ക് ആഭ്യന്തര വകുപ്പിന്റെ ഈ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് കൂടിയായിരുന്നു. അതിനാൽ തന്നെ ഇതിൽ വളരെ ഗുരുതര പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ ഉത്തരവനുസരിച്ച് കോന്നി ഡിവൈഎസ്പിയെയും കോന്നി SHOയെയും പ്രഥമ ദൃഷ്ട്യാ വീഴ്ച തിരിച്ചറിഞ്ഞുകൊണ്ട് സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ CWCക്ക് ഉൾപ്പെടെ വീഴ്ച പറ്റിയെന്നും ഈ റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്നു. ഈ വിഷയത്തിലാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ ഇടപെട്ടിരിക്കുന്നത്. ഇദ്ദേഹം ജില്ലാ പോലീസ് മേധാവിയും CWC ചെയർമാനെയും ജില്ലാ ചെയർമാനെയും നേരിട്ട് വിളിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു വിശദീകരണം നൽകണമെന്നൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് അതിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ വീഴ്ച പറ്റിയോ എന്ന കാര്യമാണ് വിശദീകരണമായി നൽകേണ്ടത്. എന്തായാലും ഇതിൽ വളരെയധികം ഈ സസ്പെൻഷൻ ഉത്തരവിൽ കൃത്യമായി ഈ കേസ് അട്ടിമറിക്കാൻ CWCയും ശ്രമിച്ചു. CWC ചെയർമാനെ സ്വാധീനിക്കാൻ ഈ ഹൈക്കോടതി അഭിഭാഷകനായ നൌഷാദ് ശ്രമിച്ചു ഉൾപ്പെടെ ഗുരുതര പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ജില്ലാ കളക്ടർ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. എന്തായാലും ഈ റിപ്പോർട്ട് കൂടി ലഭിച്ച ശേഷം ഈ വിശദീകരണം കൂടി ജില്ലാ പോലീസ് മേധാവിയുടെയും CWC ചെയർമാന്റെയും കൂടി വിശദീകരണം ലഭിച്ച ശേഷമായിരിക്കും ജില്ലാ കളക്ടർ ഈ വിഷയവുമായി ബന്ധപ്പെട്ടെന്തായാലും തുടർ നടപടികളിലേക്ക് കടക്കുക. സ്വാഭാവികമായും ആഭ്യന്തര വകുപ്പിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ആ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ അനുസരിച്ച് അത് അതീവ ഗുരുതരമാണ്. CWC ചെയർമാനെതിരെയും പോലീസിനെതിരെയും ഗുരുതര പരാമർശങ്ങൾ അതിലുണ്ട്. ഒരു കോന്നി SHOക്കെതിരെയും DYSPക്കെതിരെയുമുള്ള നടപടിയിൽ മാത്രം വിഷയങ്ങൾ അവസാനിക്കില്ല എന്നാണ് ജില്ലാ കളക്ടറുടെ ഇടപെടലിലൂടെ മനസ്സിലാക്കുന്നത്. എന്തായാലും ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം ലഭിക്കുന്ന മുറയ്ക്കായിരിക്കും ജില്ലാ കളക്ടർ തുടർ നടപടിയിലേക്ക് കടക്കുക. അനുജ, AV ജയശങ്കറാണ് പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.